നമസ്കാരം. സൗദി അറേബ്യയിലെ ജയിലിൽ നിന്ന് നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ചേർന്ന് 80 ലക്ഷം രൂപ മോചനദ്രവ്യം നൽകി മോചിപ്പിച്ചെടുത്ത കണ്ണൂർ സ്വദേശി ലഹരിക്കടത്ത് കേസിൽ അറസ്റ്റിൽ. കണ്ണൂർ കരിക്കോട്ടക്കരി വിളിയങ്കോട് സ്വദേശിയായ ടി ഫസലുദ്ദീനെയാണ് ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരിമരുന്ന് കടത്തുന്നതിനിടെ ഇരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടുകടയുടെ മറവിൽ മെത്താഫെറ്റമിൻ വിൽപ്പന നടത്തിയതിന് അറസ്റ്റിലായ ഇയാൾ സംസ്ഥാനാന്തര ലഹരിമരുന്ന് ശൃംഖലയിലെ മുഖ്യ കണ്ണിയാണെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നതിനിടെ 2006 മംഗളൂരു സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ 10 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ വ്യക്തിയാണ് ഫസലുദ്ദീൻ. ഇയാളുടെ കുടുംബത്തിന്റെ ദയനീയാവസ്ഥ കണക്കിലെടുത്ത് നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ചേർന്ന് ഒരു സമിതി രൂപീകരിക്കുകയും വലിയ രീതിയിൽ നിയമസഹായം നൽകുകയുമായിരുന്നു. മോചനത്തിനായി രാഷ്ട്രീയ ഇടപെടലുകളും അന്നുണ്ടായി. ഏകദേശം നാട്ടുകാരിൽ നിന്നായി 80 ലക്ഷം രൂപയോളം സമാഹരിച്ച് മോചനദ്രവ്യം നൽകിയാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇയാളെ ജയിൽ മോചിതനാക്കി നാട്ടിലെത്തിച്ചത്. നാട്ടിലെത്തിയ ശേഷം കർണാടകയിൽ ജോലി ചെയ്യുകയാണെന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഇയാൾ ലഹരി ഇടപാട് നടത്തിയിരുന്നത്. കർണാടകയിൽ പോയി മടങ്ങി വരുമ്പോഴെല്ലാം ഇയാൾ വലിയ തോതിൽ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിച്ചിരുന്നു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി പോലീസ് നടത്തിയ അന്വേഷണത്തിനിടയിലാണ് ലഹരിക്കടത്ത് സംഘത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഫസലുദ്ദീൻ പിടിയിലാകുന്നത്. ഇയാളുടെ പക്കൽ നിന്ന് വലിയ തോതിൽ ലഹരിമരുന്ന് ശേഖരം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മുൻപ് നാട്ടിലെത്തിയ ശേഷം ഇയാൾ നിരന്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായി പരാതികളുണ്ടായിരുന്നു. നേരത്തെ സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സിൽ MDMA കടത്തുന്നതിനിടെ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന പടിയൂർ സ്വദേശി ഡെന്നി എബ്രാഹിമിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഫസലുദ്ദീന്റെ പങ്ക് വ്യക്തമാകുന്നത്. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഉമേഷ് ഗോയലിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പ്രതികളുടെ ഫോൺ കോളുകളും ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളും കേന്ദ്രീകരിച്ച് ഇരട്ടി പോലീസ് ശാസ്ത്രീയ അന്വേഷണം നടത്തിയിരുന്നു. ഡെന്നി എബ്രാഹിമിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഫസലുദ്ദീൻ പല തവണകളായി ബംഗളൂരുവിൽ നിന്നും വൻതോതിൽ മെത്താഫെറ്റമിൻ കേരളത്തിലേക്ക് കടത്തിയതായി കണ്ടെത്തി. പിടിയിലായ ഫസലുദ്ദീൻ കടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ്. 2023 ബംഗളൂരുവിൽ സുഹൃത്തിന്റെ ചായക്കടയിൽ ജോലി ചെയ്യുന്നതിനിടെ 50 കിലോ കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് ബംഗളൂരുവിലെ ഹെന്നൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് 3 വർഷത്തോളം ബംഗളൂരു ജയിലിൽ കഴിഞ്ഞ ഇയാൾ ഈ കഴിഞ്ഞ 2026 ജനുവരിയിലാണ് ജയിൽ മോചിതനായി നാട്ടിലെത്തിയത്. ഈ ജയിൽവാസത്തിനിടയിലാണ് ഇയാൾ വൻകിട മയക്കുമരുന്ന് മാഫിയകളുമായി ബന്ധം സ്ഥാപിക്കുന്നത്. നാട്ടിലെത്തിയ ശേഷം ഇരട്ടി ടൗണിൽ ആരംഭിച്ച തട്ടുകട ഇയാൾ മയക്കുമരുന്ന് കച്ചവടത്തിനുള്ള മറയാക്കി മാറ്റുകയായിരുന്നു. ഇരട്ടിയിൽ മാത്രമല്ല, തളിപ്പറമ്പ്, മട്ടന്നൂർ തുടങ്ങിയ വിവിധ മലബാർ പ്രദേശങ്ങളിലെ ചെറുകിട ലഹരി വിൽപ്പനക്കാരും ഇയാളെ തേടി ഇരട്ടിയിലെ തട്ടുകടയിൽ സ്ഥിരമായി എത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവർക്ക് വൻതോതിൽ മെത്താഫെറ്റമിൻ കൈമാറിയിരുന്നത് ഈ കടയുടെ മറവിലായിരുന്നു. ഇരട്ടി പോലീസിന്റെയും ജില്ലാ പോലീസിന്റെ ഡാൻസ് ഓഫ് ടീമിന്റെയും നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതി വലയിലായത്. നാട്ടിലെത്തിയ ശേഷം ഇയാൾ നിരന്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായി പരാതികളുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ തെളിവ് സഹിതം പിടികൂടിയിരിക്കുന്നത്. ഇയാളുടെ പക്കൽ നിന്ന് വലിയ തോതിൽ ലഹരിമരുന്ന് കണ്ടെടുത്തതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇയാളെ ജയിലിൽ നിന്ന് രക്ഷിക്കാൻ സഹായിച്ചവർക്ക് പോലും ഇപ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ഇയാളുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനമുണ്ടായതെന്ന് നാട്ടുകാരും പറയുന്നു. ലഹരി മാഫിയയുടെ പ്രധാന കണ്ണികളായ പ്രതികളെ സഹായിച്ചവരെയും ഇവർക്ക് ലഹരി കടത്തിനായി വലിയ തോതിൽ സാമ്പത്തിക സഹായം നൽകിയവരെയും കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. ഇരട്ടി ഇൻസ്പെക്ടർ വി സിജിത്തിനൊപ്പം സബ് ഇൻസ്പെക്ടർ PK വിജയൻ, ASI ബിജു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിഹാബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഫസലുദ്ദീനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.